ഹലോ, ഇന്നുണ്ടല്ലോ കുറച്ച് ദിവസം മുന്നേ എപ്പോഴോ എൻ്റെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ സാരി കളക്ഷൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ എൻ്റെ സാരി കളക്ഷൻ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ് സാരിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരുപാടൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ള കുറച്ച് സാരീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ട്രൈപ്പോഡൊക്കെ കൊണ്ട് മേലേക്ക് പോവാണ് കേട്ടോ. അപ്പം മേലത്തെ റൂമിൽ വാർഡ്രോപ്പിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം മേലേക്ക് കയറി പോവുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഓ ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചേക്കാന്ന്. ഒന്നുമില്ല കേട്ടോ, അവിടെ പോയാൽ അറിയാം ഞാൻ സാരി എന്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡേ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഇവിടെ ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നല്ല ലൈറ്റാണ്. കാരണം എന്താണെന്ന് അറിയാം, ഇത് കാണുന്ന ഈ ഒരു സംഭവം കൊണ്ടാണ്. അപ്പം ഞാൻ മേലേക്ക് വന്നു. അപ്പോൾ ഇതാണ് സാരികൾ, ഇതാണ് എൻ്റെ കയ്യിലുള്ള സാരീസ്. അപ്പോൾ ഇതാണ് എല്ലാവരും എന്താ പറയുക വീഡിയോ ആയിട്ട് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചത്. സത്യം പറഞ്ഞാൽ കളക്ഷനായിട്ടൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് സാരി തന്നെയാണ് കേട്ടോ ഉടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാവരും പറയും ഹൈറ്റ് കുറഞ്ഞവർക്ക് സാരി ഉടുക്കാൻ പറ്റുമോ, രസമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിതിൽ ആദ്യം ഞാൻ കാണിച്ചു തരുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ഒരു സാരി, അതാട്ടോ ഞാൻ ഇതിൽ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇത് നല്ല വൃത്തിയിൽ അടുക്കി വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ സംഭവം എന്നറിയോ, എന്താ പറയുക, സമയം കിട്ടില്ല, അതാണ് മെയിൻ പ്രശ്നം. നമ്മൾ ഈ വീഡിയോ എടുക്കലും അതും ഇത് കാര്യങ്ങളും എല്ലാം കൂടെ ഓട്ടമാകുമ്പം നമുക്ക് എന്താ പറയുക വൃത്തിയിൽ അടുക്കി പെറുക്കി വെക്കാനുള്ള സമയമൊന്നുമില്ല. ഓക്കെ, അപ്പം എൻ്റെ ഫേവറേറ്റ് സാരി ഏതാണെന്ന് നോക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളതിൽ വെച്ചിട്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാരി, ഇതാണ് എൻ്റെ കല്യാണ സാരി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആവാൻ കാരണം. എന്താണെന്നറിയോ, ശരിക്കും ഈ സാരി ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ, എൻ്റെ കോളേജ് പഠിപ്പിച്ച ഒരു മിസ് ഉണ്ടായിരുന്നേ, മിസ്സിൻ്റെ കല്യാണത്തിന് മിസ് എടുത്തത് അതായത് ഈ ടൈപ്പ് ആണെങ്കിലും അത് കളർ കോമ്പിനേഷൻ ഒന്നാണ്, പക്ഷെ മെറ്റീരിയലൊക്കെ എന്തായാലും വ്യത്യാസം ഉണ്ടാവും. മിസ്സിൻ്റെ അത്യാവശ്യം നല്ല റേറ്റ് കൂടിയ സാരിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണ സാരി കണ്ടോ. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പിന്നെ കല്യാണത്തിന് സാരി ഉടുത്ത് നിൽക്കണം എന്നൊക്കെ. അപ്പം ഞാൻ അത് ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ ഓക്കെ പറഞ്ഞു കേട്ടോ, ഒന്നും ഒരു മടിയും പറഞ്ഞില്ല, വേണ്ട അങ്ങനത്തെ എടുക്കേണ്ട ഒന്നും. സത്യം പറഞ്ഞാൽ ആളിവിടെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഈ സാരിക്ക് എടുക്കാൻ പോയ സമയത്ത് പ്രത്യേക അച്ഛനോടും അമ്മയോടും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ട സാരി തന്നെ എടുത്തു കൊടുക്കണമെന്ന്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ പിന്നെ അധികം ഉടുത്ത് ഞാൻ കണ്ടിട്ടില്ല ആരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്യാൻ കാരണം. പിന്നെന്ന് വെച്ചാൽ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് കുറച്ച് റേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അന്നത്തെ സമയത്ത് ഏകദേശം ഒരു 18,000 രൂപയുടെ സാരി ആട്ടോ ഇത്. അപ്പം ഇന്നതൊരു വലിയൊരു പൈസയൊന്നുമില്ല, പക്ഷെ ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയ പൈസ തന്നെയാണ്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരി. അതായത് ഇതിൽ കൂടുതൽ ഒരു എന്താ പറയുക റേറ്റ് കൂടിയ സാരി എനിക്കില്ല. അപ്പം ഇത് 18,000 രൂപയുടെ സാരിയാണ് എൻ്റെ കയ്യിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരി. ഓക്കെ, രസമുണ്ടോ? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇനി എന്തായാലും എൻ്റെ 10th വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഈ സാരി എന്തായാലും എടുക്കും. ഞാനിപ്പോൾ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ഉടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉടുത്തത് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിത് ഉടുത്തായിരുന്നു, പക്ഷെ എന്നാലും എനിക്കത് കംഫർട്ടബിൾ ആയില്ല. പക്ഷെ ഇത് എന്തായാലും ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഈ സാരി എടുക്കും. അത് 10th വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ആ ടൈമിൽ ഇൻ കേസ് ഞാനിത് ഉടുത്തില്ലെങ്കിൽ ചോദിക്കരുത് ഇത് എന്തുകൊണ്ട് ഉടുത്തില്ലതൊന്നും. അങ്ങനെയൊന്നും ആരും ഓർത്ത് വെക്കാൻ വഴിയില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് പിന്നെ സാരി ഉടുത്തത് എനിക്ക് തോന്നുന്നു ഈ ഒരു സാരിയാണ്. ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം ഉടുത്ത സാരി. പിന്നെ ഫസ്റ്റ് ടൈം മീൻസ് നമ്മൾ പിന്നെ സാരി ഉടുക്കാൻ പ്രായമാവുന്നതിന് മുന്നേ നമ്മുടെ അമ്മമാരുടെ സാരിയൊക്കെ നമ്മൾ ഉടുക്കുമല്ലോ, അങ്ങനെ ഉടുത്തിട്ടുണ്ട്. പക്ഷെ സ്വന്തമായിട്ട് നമ്മൾ സാരി വാങ്ങിക്കില്ലേ, അത് ഇതാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് നമ്മൾ ഡ്രസ് കോഡ് ആക്കിയിട്ടുള്ള സാരിയാണ് ഇത്. അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. എൻ്റെ എന്താ പറയുക ഒരു വെറൈറ്റി കളർ എന്നൊക്കെ പറയില്ലേ, നല്ല പീകോക്ക് ഷെയ്ഡിൽ. ഇതിൽ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഈ സാരീസിൻ്റെ ഒക്കെ ഞാൻ ഇട്ട് നിൽക്കുന്ന ഫോട്ടോസ് മാക്സിമം കളക്ട് ചെയ്യാൻ ഞാൻ നോക്കാം.
പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതും എൻ്റെ ഫേവറേറ്റ് സാരി. എല്ലാം ഫേവറേറ്റ് ആണല്ലേ പറഞ്ഞു വരുമ്പോൾ. അതായത് ഇതെൻ്റെ ഫസ്റ്റ് ഞാൻ ഉടുത്തിട്ടുള്ള സാരിയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതാ ഈ ഒരു സാരിയില്ലേ, ഈ ഒരു ബ്ലൂ ഷെയ്ഡ് പിന്നെ ഞാൻ കുറച്ച് നാൾ മുന്നേ, അതായത് ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു, അത് പഠിച്ചിറങ്ങിയിട്ട്. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയൊരു സമയം. അപ്പം അവിടെ നിന്ന് എനിക്ക് അവിടുത്തെ സ്റ്റുഡൻസ് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് ഇത്. ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും ഇതൊക്കെ ഉടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇത് ഞാൻ ഉടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ പിക്കൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാലും ഞാൻ തപ്പി നോക്കാം. കണ്ടു, നല്ല ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. അപ്പം ഇതാണ് ആ സാരി. എനിക്കുണ്ടല്ലോ എല്ലാ സാരിയും ഭയങ്കര ഫേവറേറ്റാണ്. എന്താണെന്നറിയില്ല, ഈ സാരി ഭ്രാന്ത് കുറച്ച് കൂടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം എൻ്റെ ഫാമിലിയും വലിയൊരു ഫാമിലിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അതായത് എൻ്റെ അച്ഛനൊക്കെ 9 മക്കളാണ്. പിന്നെ സനുവേട്ടൻ്റെ കസിൻസ് ആണെങ്കിലും കുറേ കസിൻസ് ഉണ്ട്. അപ്പം വർഷത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കല്യാണം നിർബന്ധമായിട്ടും ഉണ്ടാവും. അപ്പം മിക്ക സമയത്തും ഞാൻ സാരി ആയിരിക്കും. വർഷത്തിൽ മിനിമം എന്തായാലും കല്യാണത്തിന് സാരി ഉടുക്കാണ്ട് ഞാൻ പോകാറില്ല. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി ഉടുക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പം പിന്നെ പിന്നെ സെറ്റ് സാരിയാണ് കേട്ടോ. സെറ്റ് സാരി ഒന്നും ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചല്ല, ഇതിൻ്റെ അകത്ത് പെട്ടുപോയത് കൊണ്ട് ഞാൻ സെറ്റ് സാരിയൊക്കെ സെപ്പറേറ്റ് ആണ് വെക്കാറ്. ഇതെനിക്ക് കൊളാബ് കിട്ടിയതാണ്. കഴിഞ്ഞ ഓണത്തിന് ഒരു ബുട്ടിക്കുകാർ എനിക്ക് കൊളാബ് തന്ന സാരിയാണ്. ഭയങ്കര കംഫർട്ടബിളാണ്. പെട്ടെന്ന് ഉടുത്തിട്ട് നമുക്ക് അമ്പലത്തിലൊക്കെ പോകാനും ഭയങ്കര എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ, അതാണ് ഈ സാധനം. അപ്പം ഇതും ഫേവറേറ്റ് ആണ് കേട്ടോ. സെറ്റ് സാരികളുടെ കൂട്ടത്തിൽ കാരണം ഇത് ഫേവറേറ്റ് ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് ഉടുത്തിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല റീച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിലല്ല, മറ്റേ നമ്മുടെ ഫേസ്ബുക്കിലും നമ്മുടെ പിന്നെ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ ഇതും കുഴപ്പമില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്. എന്ത് ചെയ്യാനാ, അയ്യോ ഇതെല്ലാം കൂടി ഇങ്ങനെ അഴിച്ചു പെറുക്കിയിട്ട് ഞാൻ ഇതൊക്കെ എപ്പം മടക്കി വെക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അങ്ങ് അഴിക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു. ഇത് ഞാൻ പിന്നെ മടക്കി വെക്കാം കേട്ടോ. ഇപ്പം മടക്കി വെക്കാം, എന്നാൽ അടുത്തത് കാണിക്കാൻ ഡിലേ ആവും. പിന്നെ ഈ സാരി നിങ്ങൾ റീസെൻ്റ്ലി ഞാൻ മൂകാംബികയിൽ പോയില്ലേ, മൂകാംബികയിൽ പോയപ്പോൾ ഞാൻ ഉടുത്തിട്ടുള്ള സാരിയാണിത്. അപ്പോൾ ഈ സാരി ഉടുത്തിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടല്ലോ കുറേ മെസ്സേജുകൾ വന്നു. ഇതെവിടെ നിന്ന് എടുത്തേ, നല്ല ഭംഗിയുണ്ട്, ഈ സാരി ഉടുത്ത സ്റ്റൈല് രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. കാരണം ഈ ഒരു സാരി ഉണ്ടല്ലോ എനിക്ക് ഒരു പേജിൽ നിന്ന് കൊളാബ് കിട്ടിയതാണ്. നല്ല എന്താ പറയുക, കാഞ്ചിക്കോട്ടൺ ആണോന്ന് എനിക്കറിയില്ല, പക്ഷെ അടിപൊളി സാരി അല്ലേ, കൊള്ളാല്ലേ. അന്ന് ശരിക്കും പറഞ്ഞാൽ മൂകാംബിക പോകുന്ന സമയത്ത് ഡ്രസ്സൊന്നും അധികം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ പിങ്ക് സ്കേർട്ടും ടോപ്പൊക്കെ വേറൊരു പിന്നെ എന്താ പറയുക വിഷുവിൻ്റെ സമയത്ത് ഇടാൻ വേണ്ടി സെറ്റാക്കിയ ഡ്രസ്സാണ്. പിന്നെ എനിക്ക് രണ്ടു തരം അമ്പലത്തിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ ഡ്രസ്സൊന്നുമില്ല. അപ്പം എന്തിടുന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വെറുതെ വന്നിട്ട് എൻ്റെ വാർഡ്രോബിൽ വന്ന് നോക്കിയതാണ്. അപ്പം ഈ സാരി കിട്ടി. അങ്ങനെ ഇതാണ് ഞാൻ മൂകാംബികയിലേക്ക് പോയിട്ട് വീഡിയോ ചെയ്തില്ല ആ സാരി. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നല്ല കളറല്ലേ. പിന്നെ ഇത് റീസെൻ്റ്ലി എൻ്റെ ഒരു അനിയൻ്റെ കല്യാണത്തിന് ഞാൻ എടുത്ത സാരിയാണ്. സത്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, എടുക്കുന്ന സമയത്ത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, കല്യാണത്തിൻ്റെ അന്ന് ഉടുത്തപ്പം എനിക്ക് ഒട്ടും ഒരു കോൺഫിഡൻസ് ഇല്ലാതെ, ഒട്ടും മീൻസ് നമ്മൾ ഉടുത്തിട്ട് നമുക്കത് ഓക്കെ അല്ലാന്ന് തോന്നിപ്പോയ ഒരു സാരി ഇതായിരുന്നു. ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല, അത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു 1000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ എൻ്റെ കല്യാണ സാരി കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ബാക്കിയുള്ളതൊന്നും അധികം എക്സ്പെൻസീവ് അല്ലാത്ത സാരികളാണ് കേട്ടോ. ഞാൻ ഇപ്പം എത്ര അടുത്ത റിലേറ്റീവ്സിൻ്റെ കല്യാണമാണെങ്കിലും ഞാൻ എന്താ പറയുക, ഈ 1500 കൂടുതൽ സാരികളൊന്നും എടുക്കില്ല. കാരണം ഞാൻ ഭയങ്കര പിശിക്കുകയാണ് ഗൈസ്. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ എനിക്ക് വേണമെങ്കിൽ 5000-ൻ്റെ 6000-ൻ്റെ ഒക്കെ സാരി എടുക്കാം. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര നമ്മളത്രയും എക്സ്പെൻസീവ് ആയി കഴിഞ്ഞാൽ ശരിയാവുമോ, ടെൻഷനാണ് എനിക്ക്. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ പിശുക്കി പിടിച്ചെടുക്കുന്ന സാരികളാട്ടോ ഇതൊക്കെ. അപ്പം ഇത്
പിന്നെ എനിക്ക് തോന്നുന്നു 1000 സംതിങ്ങിൻ്റെ സാരിയാണ്. റീസെൻ്റ്ലി ആണ് ഞാൻ ഈ സാരി കല്യാണത്തിന് കൊടുത്തിട്ട് പോയാൽ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഉള്ളിലൊരു പ്രോബ്ലം എന്തായിരുന്നു വെച്ചാൽ അന്ന് ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. ഈ സാരിയുടെ കുഴപ്പമാണോ അന്ന് ഞാൻ ഒരുങ്ങി പിടിച്ച് പോയതിൻ്റെ കുഴപ്പമാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ വീഡിയോ ഒന്നും എവിടെ ഇട്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഗൈസ് ഇടാത്തത്. എനിക്കെന്തോ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ കാണാൻ കുഴപ്പമില്ല, ഭംഗിയുണ്ട് എന്നാണ് എനിക്ക് എടുത്തപ്പോൾ തോന്നിയത്. അതിപ്പം നമ്മൾ ഷോപ്പിൽ പോയിട്ട് എടുക്കുന്ന സമയത്ത് ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ പിന്നെ നമുക്ക് തോന്നും ആ നല്ല രസമുണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്ന് പുറത്തെത്തുമ്പോൾ ശരിക്കും അയ്യോ ഇതെന്ത് കളറാണ്, അങ്ങനത്തെ ഒരു ടൈപ്പ് സാരിയാണ്. പക്ഷെ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല, കാരണം വെച്ചാൽ ഒരു 1000 സംതിങ്ങിന് എടുത്ത സാരിയാണ്. അതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. എപ്പോഴെങ്കിലുമൊക്കെ അത് കൊടുത്ത് നോക്കണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഈ സാരി ഉണ്ടല്ലോ, എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് അനിയൻ വാങ്ങി തന്ന സാരിയാണേ. അപ്പം ഇതെനിക്ക് ഇല്ലാത്തൊരു ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു പെർപ്പിൾ എനിക്ക് ഭയങ്കര കുറവാണ് ഈ ഷെയ്ഡ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ്. പിന്നെന്ന് വെച്ചാൽ കല്യാണ സമയത്ത് അവൻ്റെ വക എടുത്തു തന്നു. അപ്പം എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു അവനെ കൊണ്ട് അധികം പൈസ ഒന്നും ചിലവാക്കിക്കരുത് എന്നുള്ളത്. കാരണം അവൻ എടുത്ത് തരുമ്പോൾ നമ്മളൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇതും ഒരു 1500 ഒതുങ്ങുന്ന സാരി. 1400 സംതിങ് ആണ് ഈ ഒരു സാരിക്ക്. നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ ഇതിൻ്റെ. ഈ ഒരു പോർഷൻ കണ്ടോ നല്ല കളർ കോമ്പിനേഷൻ അല്ലേ. ഈ സെയിം സാരി സനുവേട്ടൻ്റെ അമ്മയ്ക്കുണ്ട്. അപ്പം നമ്മൾ രണ്ടുപേരും അന്ന് ഒരേപോലത്തെ സാരിയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വന്നത്. ഫാമിലി ഫോട്ടോ എവിടെയോ ഉണ്ട് തോന്നുന്നു, നോക്കട്ടെ. ഈ ഒരു സാരി കൊടുത്തിട്ടുള്ള പിക്ക് ഉണ്ട് ഇഷ്ടം പോലെ. ഇത് പിന്നെ എന്താ പറയുക, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഇത് സെറ്റ് സാരി പിന്നെ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇഷ്ടംപോലെ കാണാൻ വഴിയുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. നല്ല ഉടുക്കാൻ പെട്ടെന്ന് പറ്റുന്ന ടൈപ്പ് സാരിയാണ് ഇത്. എനിക്ക് കൊളാബ് കിട്ടിയ സാരിയാണ് കേട്ടോ. കൊളാബ് കിട്ടിയിട്ടുള്ള കുറേ സാരികളുണ്ട് ഈ കൂട്ടത്തിൽ. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിലൊരു 10 സാരിയൊക്കെ കൊളാബ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, എൻ്റെ കയ്യിൽ കുറേ സാരിയൊക്കെ വന്നാലും എന്തൊക്കെ സാധനങ്ങൾ വന്നാലും ഞാനിങ്ങനെ എല്ലാവർക്കും കൊടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കളക്ഷനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഓർണമെൻറ്റ്സ് ആണെങ്കിലും ചിലപ്പം ഇതേപോലത്തെ കുറേ സാരികളാണെങ്കിലും എനിക്കിപ്പോൾ അതെന്താണെന്ന് അറിയില്ല, ഞാനിങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കളക്ഷനായിട്ട് ഒന്നും എടുത്ത് വെക്കാനുണ്ടാവില്ല. എനിക്ക് അവിടെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഞാൻ എടുത്ത് കൊടുക്കും. പക്ഷെ പിന്നീട് അത് എനിക്ക് ഉണ്ടാവോ ഇല്ലൊന്നും ഞാൻ നോക്കില്ല. അതിനെടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷം. കാരണം എന്താ വെച്ചാൽ ഇവിടെ വരുമ്പോൾ എന്താ ഞാൻ അവർക്ക് കൊടുക്കുക അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കുറേ സാരിയൊന്നും ഉണ്ടാവില്ല. കുറേ സാരി ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തു. ഡ്രസ്സുകളൊക്കെ അങ്ങനെയാണ് ഞങ്ങളുടെ. കുറേ പേര് പറയുന്നുണ്ട് ഡ്രസ്സിൻ്റെ കളക്ഷൻ കാണിച്ചു തരും എന്നൊക്കെ. കാണിച്ചു തരുന്ന ആഗ്രഹമുണ്ട്. സംഭവം ഇപ്പം കളക്ഷൻ കാണിക്കാൻ മാത്രമുള്ള ഡ്രസ്സുകളൊന്നുമില്ല. അതേപോലെ കുറേ പേര് ചോദിക്കുമ്പോൾ കൊടുക്കും, കുറേ പേർക്ക് ഞാൻ അല്ലാണ്ട് എൻ്റെ അനിയത്തിമാർക്കൊക്കെ അല്ലാണ്ടും കൊടുക്കും അങ്ങനെ. അപ്പം ഈ സാരി ഉണ്ടല്ലോ, ഈ സാരി ഞാൻ നമ്മുടെ പഠിപ്പിക്കുന്ന സമയത്ത് ഉടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന സാരിയാണ്. ഇത് കോട്ടൻ്റെ ആണ്. ഇത് 800 സംതിങ്ങിന് ഞാൻ പണ്ട് എസ് ഭാരതിൽ നിന്ന് എടുത്തതാണ്. ഇത് ഭയങ്കര അടിപൊളി സാരിയാണ് കേട്ടോ. കണ്ടോ, ഒരു ചിക്കു കളറിലുള്ള സാരിയാണ്. എനിക്ക് ഒറ്റ കളറേ ഉള്ളൂ ഈ ഒരു ചിക്കു കളറ്. നല്ല അടിപൊളി സാരിയാണ്. പിന്നെ നിങ്ങൾ ഇതുവരെ കാണാത്ത സാരി ഇതായിരിക്കും. അധികം കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഇത് എൻ്റെ ഹൗസ് വാമിങ്ങിന് ഞാൻ എടുത്ത സാരിയാണ് ഗൈസ്. ഇത് ഹൗസ് വാമിങ്ങിന് സാരി എന്ന് പറയാം. ആക്ച്വലി ഇത് ശരിക്കും റണ്ണിങ് മെറ്റീരിയലായിരുന്നു. റണ്ണിങ് മെറ്റീരിയൽ ഞങ്ങൾ കട്ട് ചെയ്ത് വാങ്ങിച്ച് സാരി ഫൗള് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ലേസൊക്കെ വെച്ച് അടിച്ച് അങ്ങനെ ഒരു പ്രീമിയം ലുക്ക് കൊടുത്തതായിരുന്നു. പക്ഷെ ചീറ്റി പോയോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ ഇത് എടുത്തിട്ടാണെങ്കിലും അതെ, ഞാൻ പിന്നെ അന്ന് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. കാരണം എന്താ വെച്ചാൽ സനുവേട്ടൻ ഇല്ലാണ്ടാണ് നമ്മൾ ഹൗസ് വാമിങ് നടത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എല്ലാ സ്ഥലത്ത് ഓടി നടക്കുമ്പോൾ എനിക്ക് ഈ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. അന്നൊന്നും ഞാനിങ്ങനെ യൂട്യൂബ് വല്ലാതെ ഒന്നും ഫോക്കസ് ചെയ്യുന്ന ഒരാളേ അല്ല. എനിക്ക് തോന്നുന്നു യൂട്യൂബൊക്കെ ഫോക്കസിങ് തുടങ്ങിയിട്ട് തന്നെ കുറച്ച് നാളായിട്ടുണ്ടാവും. ഞാനിങ്ങനെ ടൈം പാസിന് കുറച്ചിടും, പിന്നെ നിർത്തും, പിന്നെ ഇടും. പിന്നെ എൻ്റെ കെട്ടിയോൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോഴാണ് ഞാൻ ശരിക്കും യൂട്യൂബ് എനിക്കത് എന്താ പറയുക പാഷനായിട്ട് കൊണ്ടു നടക്കണം എന്നൊക്കെ തോന്നി തുടങ്ങിയത്. അപ്പം ഇതാ സാരി. ഇതെനിക്ക് ഇഷ്ടം. ഇതും എന്താ പറയുക 2000 അല്ല ഒരു 1200 ആ ഒരു റേഞ്ചിൽ ഉള്ളൊരു സാരി ആട്ടോ ഇത്. ഇതിനും അധികം റേറ്റ് ഒന്നും ആയിട്ടില്ല.
ഇത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അതിൽ ഫോട്ടോ ഇട്ടിട്ടില്ല, പക്ഷേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷൻ ഉള്ള ഒരു സാരിയാണ്. ഞാൻ കല്യാണത്തിനൊക്കെ ഏതോ ഒരു കല്യാണത്തിൽ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇതെനിക്ക് കൊളാബ് കിട്ടിയ സാരിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, നല്ല രസമില്ലേ? നല്ല അതായത് പർപ്പിളും ഓറഞ്ചും ഭയങ്കര കളർ കോമ്പിനേഷനാണ്. അപ്പം ഇത് പക്ക ഓറഞ്ചും അല്ല പക്ക പർപ്പിളും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ് അത് രണ്ടും. ഇത് നല്ല രസമല്ല, ഇതും എനിക്കിഷ്ടം കേട്ടോ. ഇതെനിക്ക് കൊളാബ് കിട്ടിയ സാരിയാണ്. കൊളാബ് കിട്ടിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാരികളൊന്നും. ഇതെന്താണെന്ന് വെച്ചാൽ മൾക്കോട്ടൺ ആണ്. ഹായ്, ഭയങ്കര ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു 3 മിനിറ്റ് മതി, വെറും 3 മിനിറ്റ് കൊണ്ട് ഉടുക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉടുക്കാനും പറ്റും, ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ നിങ്ങൾ ഓഫീസ് വെയറൊക്കെ ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന നല്ല സാരിയാണ്. അപ്പം ഞാനിങ്ങനെ റിവ്യൂ ഒക്കെ പറഞ്ഞിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ സാരി കച്ചവടം തുടങ്ങുന്നുണ്ടെന്ന്. ആക്ച്വലി എന്താ പറയുക, നല്ല പരിപാടിയാണല്ലേ ഈ സാരി കച്ചവടം. കാരണം എന്താ പറയുക, എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഉടുത്തൊരുങ്ങി ഇങ്ങനെ സാരീൻ്റെ പരസ്യം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അപ്പം ഇതാണ് ആ ഒരു മൾക്കോട്ടൺ സാരി. നല്ല രസമില്ല. ഇതിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, പോസ്റ്റും കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ സാരി. ഇതും എനിക്ക് കൊളാബ് കിട്ടിയ സാരിയാണ്. ആക്ച്വലി ഇതൊരു ചിക്കു കളറാണല്ലോ. അതന്നെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ നേരത്തെ. അപ്പോൾ ഇതും ചിക്കു കളറാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ, അതായത് എന്താ പറയുക, നമ്മുടെ ഇത് വരുന്നത് എന്തായിരുന്നു എൻ്റെ പേര്, ബ്ലൗസ് വരുന്നത് റെഡാണ് കേട്ടോ. അപ്പോൾ റെഡ് പിന്നെ ബ്ലൗസ് വരുമ്പോൾ കോമ്പിനേഷൻ അടിപൊളി. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫോട്ടോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. ഇത് എനിക്ക് കൊളാബ് കിട്ടിയ സാരിയാ. ഇതെൻ്റെ സെറ്റ് സാരി. ഇത് ഞാനുണ്ടല്ലോ കഴിഞ്ഞ വർഷം ഈ ദിവസം, അതായത് ഏപ്രിൽ 24 എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ പാല് കാച്ചൽ കേട്ടോ, പാല് കാച്ചലിന് ഞാൻ ഉടുത്തിട്ടുള്ള സെറ്റ് സാരിയാണ് ഗൈസ് ഇതും ഒരു 1600 ആ റേഞ്ചിലുള്ള സാരിയാണ്. ഞാൻ ഈ റേറ്റ് ഒക്കെ എടുത്തെടുത്ത് എന്തിനാ പറഞ്ഞതെന്നറിയോ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ ഒരുപാട് റേറ്റിൻ്റെ സാരി എടുക്കണമെന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന രീതി കുറച്ചും കൂടെ മാറ്റിപ്പിടിച്ചാൽ ഭയങ്കര പ്രീമിയം ലുക്ക് കിട്ടും. ഓർണമെൻറ്റ്സ് ഒക്കെ. ഈ സാരി എൻ്റെ കസിൻ ബ്രദറിൻ്റെ മാരേജിന് ഞാൻ എടുത്ത സാരിയാണ്. ഇത് എടുക്കുന്ന സമയത്ത് എനിക്കൊന്ന് 700 രൂപയാട്ടോ ഈ സാരിക്ക്. ഇതെൻ്റെ ആൻറ്റിയുടെ മോൻ്റെ കല്യാണത്തിന് ഞാൻ എടുത്തിട്ട് പോയിട്ടുള്ള പിങ്ക് സാരി. അന്ന് എനിക്ക് ഇതിന് ബ്ലൗസ് അടിച്ചത് എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ എവിടെയും പിന്നെ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഉടുക്കാൻ പറ്റിയ സാരിയാണ്. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും വന്നിട്ട് അയ്യോ ഇതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്ന് ചോദിച്ച സാരിയാണ്. ഇതിന് വെറും 700 രൂപയാണ് ഗൈസ്. രസല്ലേ? നല്ല നല്ല സാരിയാണ്. എനിക്ക് പിങ്ക്, പണ്ടൊന്നും ഞാൻ പിങ്ക് എടുക്കലില്ല. പിങ്കൊക്കെ നമ്മൾ വിചാരിക്കുമോ ഇതൊക്കെ ഭയങ്കര കുത്തുന്ന ആളെ രസമില്ലാന്ന്, പക്ഷെ നല്ല രസമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. രസല്ലേ? എനിക്കിഷ്ടം കേട്ടോ. പിന്നെ അടുത്തത് ഇത് സനുവേട്ടൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് ഞാൻ 1000 രൂപ കൊടുത്ത് വാങ്ങിയ സാരിയാണിത്. സത്യമായിട്ടും ഞാൻ അങ്ങനെ വെറുതെ തള്ളുന്നതല്ല കേട്ടോ. ഞാൻ ശരിക്കും മാക്സിമം ഞാനിങ്ങനെ എപ്പോഴും അടുത്ത ആളുടെ കല്യാണം ഉണ്ടല്ലോ, ഒരു 5000 രൂപയുടെ സാരിയൊക്കെ മേടിക്കണം നിങ്ങളെ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെക്കും. പക്ഷെ അവിടെ പോയി കഴിഞ്ഞിട്ട് 5000 രൂപയുടെ സാരി കാണുകയും ചെയ്യും, ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷെ ഞാൻ എടുക്കൂല, മടിയാണ്. എന്താ വെച്ചാൽ ഒരു വിമ്മിഷ്ടം, എന്താ വെച്ചാൽ പൈസ അങ്ങനെ കളയാൻ മാത്രം നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് ആഗ്രഹമാണ്, പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര പിടിച്ചെടുക്കും. അപ്പോൾ ഇത് ശരിക്കും 1000 രൂപയുടെ സാരിയാണ്. ഇത് കണ്ടിട്ട് ഇത് റീസെൻ്റ്ലി ഞാൻ ഇവിടെ തന്നെ വീഡിയോ ചെയ്തിട്ടില്ല, ഞാനും സാധനമായിട്ടും കളർ കോമ്പിനേഷൻ ബ്ലൂ അതാണ് ഈ സാരി. ഈ സാരിക്ക് അത്ര റേറ്റ് ഉള്ളൂ. പിന്നെ ഇത് മാനന്തവാടിയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, ഷോപ്പിൽ നിന്ന് പോയിട്ട് എടുത്തതാണ്. പിന്നെ അപ്പോൾ ഇത് കണ്ടിട്ട് കുറേ പേര് ചോദിച്ചു ചേച്ചി ഈ സാരി എവിടുന്നാണ് വാങ്ങിയെന്ന്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള സാരികളാണ്. നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന രീതിയൊക്കെ മാറ്റി പിടിച്ചാണ്ടല്ലോ സംഭവം സെറ്റ് സാരി, നമുക്കൊരു ഭയങ്കര പ്രീമിയം ലുക്ക്. നമ്മൾ സാരിൻ്റെ റേറ്റ് കുറച്ചിട്ടാണെങ്കിലും ഓർണമെൻറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഹെവി ആക്കി പിടിച്ചാൽ ഭയങ്കര ഒരു റിച്ച് ലുക്ക് ഫീൽ ചെയ്യും എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. പിന്നെ ഈ സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെനിക്ക് കൊളാബ് കിട്ടിയ സാരിയാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ്. ഒരു തമിഴത്ത് ലുക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് സാരി കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ
കൊളാബ് കിട്ടിയതാണെങ്കിൽ പോലും എനിക്കിത് എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇവളെന്താ എത്ര ഓവറാക്കുന്നത് സംഭവം കേട്ടോ. എനിക്ക് ഈ സാരികൾ ഭയങ്കര പ്രാന്താണ്. പിന്നെ ഉടുത്തിട്ട് ഇപ്പം ഇങ്ങനെ എല്ലാം ഉടുത്തിട്ട് ഒരു വട്ടം വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയുക സമയം അങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെ മെനക്കെടാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. ഭയങ്കര മടിച്ചാണ് ഞാൻ. പിന്നെ ഈ മടിയൊക്കെ മാറ്റാൻ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടോയെന്ന് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ടും. കാരണം ഭയങ്കര മടി എല്ലാത്തിനും. എല്ലാവരും പറയും കണ്ണ് വീണതാന്നൊക്കെ പറയുന്നുണ്ട്. വലിയ ഇതൊന്നുമില്ല. പിന്നെ ഇനി നിങ്ങൾക്ക് ഇതുവരെ കാണിക്കാത്ത ഞാൻ ഇതുവരെ അധികം വീഡിയോയിൽ ഇതുവരെ ഉടുക്കാത്തൊരു സാരിയും കൂടി ഉണ്ട്. അതേതാണെന്നറിയോ? ഇതാണ് ആ സാരി. ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. അതായത് ഫസ്റ്റ് കല്യാണ സാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാരി ഏതെന്നറിയോ? ഈ സാരി. ഇതിന് എത്ര രൂപയെന്നറിയോ വില? 5000 രൂപയാണ്. ഇത് എപ്പോൾ എടുത്താന്നറിയോ? കല്യാണത്തിന് നമ്മൾ വിരുന്ന് പോകാൻ കൊടുക്കൂലേ സെക്കൻഡ് സാരി എന്നൊക്കെ പറഞ്ഞാൽ ആ സാരിയാണിത്. ഇത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന കല്യാണ സാരി ഓക്കെ നമ്മൾ ആ ഒരു ഇമോഷണലി ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നതെന്ന് പറയാം. പക്ഷെ ഇതിനോട് എനിക്ക് എന്താ ഇത്ര അറ്റാച്ച്മെന്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം പിന്നീട് ഞാൻ ഇതുപോലത്തെ ഒരു സാരി വാങ്ങിക്കാൻ കുറേ ട്രൈ ചെയ്തു. പക്ഷെ നടന്നില്ല. എനിക്കങ്ങനെ കിട്ടുന്നില്ല. അതായത് നമുക്കൊരു ഒരു മെറ്റീരിയൽ കളർ കോമ്പിനേഷനൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതേപോലത്തെ തപ്പില്ലേ. പക്ഷെ തപ്പി നടക്കുന്ന എനിക്ക് കിട്ടണില്ല. അപ്പം ഇതിനെന്ത് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കണ്ടോ, ഇതിൻ്റെ ബ്ലൗസൊക്കെ ശരിക്കും ആ ടൈമിൽ ഒരു 6 വർഷം മുന്നേ ഒക്കെ ഉള്ള സാരിയാണ്. അതായത് ഈ മെയ് എന്താ സംഭവം എന്നറിയോ? ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിൻ്റെ ആ ഗ്ലേസിങ് ഇല്ലേ കണ്ടോ. പിന്നെ മെറ്റീരിയൽ ഉടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് ഞാനൊരു 2 വട്ടം അല്ല 3 വട്ടം കേട്ടോ മൊത്തം ഉടുത്തിട്ടുണ്ടാവും. 3 വട്ടം ഉടുത്തിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ഇതിൻ്റെ ബ്ലൗസ് സെറ്റ് ആക്കണം. ബ്ലൗസ് നമ്മൾ വർക്ക് ചെയ്തിട്ട് എന്താ പറയുക നാശമായി പോവാന്ന് പറയില്ലേ. ആ ടൈമിൽ നമ്മൾ ഈ കുറേ ബീഡ്സ് വർക്കൊക്കെ ചെയ്ത് നാശാക്കി കളഞ്ഞു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ബീഡ്സിൻ്റെ കളറൊക്കെ പോവില്ലേ. അങ്ങനെ പോയി. ഇത് ഞാൻ എന്തായാലും ഉടുക്കും കേട്ടോ. ഉടുത്തിട്ട് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ എല്ലാ കല്യാണം വരുമ്പോഴും ഞാൻ ഈ സാരി എടുത്ത് പിടിക്കും കേട്ടോ. ഇത് ഉടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഈ സാരി ഇങ്ങനെ എടുത്ത് പിടിക്കും എല്ലാ കല്യാണം വരുമ്പോഴും. ഈ സാരിക്ക് ഒരു ബ്ലൗസ് സെറ്റാക്കിയിട്ട് ഉടുത്തിട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ ബ്ലൗസ് സെറ്റാവില്ല. ഞാൻ ഇത് ഉടുക്കൂല. പക്ഷെ ഇതിൻ്റെ ബ്ലൗസ് ഭയങ്കര ഇങ്ങനെ കളറൊക്കെ പോയതുകൊണ്ടാണ്. എനിക്ക് തന്നെ അതായത് കല്യാണ സാരി കഴിഞ്ഞ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സാരി ഇതാണ്. ഇതിനാണ് എനിക്ക് തോന്നുന്നു കല്യാണ സാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരി ഇതാണ്. 5000 രൂപയുടെ. പിന്നെ ഒന്നും 2000-ൽ കൂടിയിട്ടില്ല ഒന്നും. എനിക്ക് 1500-ലൊക്കെ കൂടിയിട്ടുണ്ടാവും. പക്ഷെ 2000-ൽ പിന്നീട് ഒരു സാരിക്ക് ഞാൻ വില കൂട്ടിയിട്ടില്ല. ഇത് മാത്രമാണ് എനിക്ക് തോന്നുന്നു കല്യാണ സാരിയും ഈ സാരിയാണ് അത്ര എക്സ്പെൻസീവായിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ആ ടൈമിലൊക്കെ എൻ്റെ സനുവേട്ടൻ ഇങ്ങനെ വിചാരിക്കണ്ടോ അതേ ഇവൾ ഇത്രയും പൈസക്ക് സാരിയൊക്കെ എടുത്ത് കൂട്ടിയെന്ന്. പക്ഷെ എന്താണെന്ന് അറിയില്ല, എനിക്ക് ആ സമയത്ത് എല്ലാം എടുത്തു തന്നു. സാധാരണ എല്ലാവരും പറയില്ല ബഡ്ജറ്റ് നോക്കി എടുക്കണമെന്ന്. പക്ഷെ എൻ്റെ സനുവേട്ടനാണെങ്കിൽ അയ്യോ നിനക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ അമ്മയും അച്ഛനും ഒക്കെ ആ സമയത്തൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ 18000 രൂപയുടെ സാരി 5000 രൂപയുടെ സാരി എന്നൊക്കെ പറയുമ്പോൾ ഇവളെന്തൊരു ഇത്ര എടുക്കുന്നതെന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അമ്മയും അച്ഛനാണെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ട സാരി എടുത്താൽ മതി. അനിയനും അങ്ങനെ പറഞ്ഞു കേട്ടോ. ഏട്ടത്തേക്ക് ഇഷ്ടപ്പെട്ടത് എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് വേറെ പോയിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ സാരി കൊള്ളാല്ലേ. എനിക്ക് ഇത് ഞാൻ ഒരിക്കലും എന്താ പറയുക കൺവേർട്ട് ചെയ്യൊന്നുമില്ല. എനിക്ക് പിന്നെ സാരികൾ കുറയാൻ വേറെ റീസൺ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഞാൻ സാരിയൊക്കെ ഉടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും ഇതെടുത്ത് പട്ടുപാവാട അടിച്ചതുകൊണ്ട് ഞാൻ പോയിട്ട് നേരെ പട്ടുപാവാടയൊക്കെ ആക്കും. അപ്പം ഇനി എന്തായാലും അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കുന്നില്ല. കാരണം സാരി ഭയങ്കര ഒരു സംഭവം കേട്ടോ. കേട്ടോ നല്ല രസമല്ലേ സാരി. ഓക്കെ, അപ്പം പിന്നെ വേറെ കുറേ സെറ്റ് സാരികളുണ്ട് കേട്ടോ. വേറെ ഇഷ്ടംപോലെ സെറ്റ് സാരികളുണ്ട്. അതൊന്നും ഞാൻ പിന്നെ കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാം ഒരേ ടൈപ്പ് കളറല്ല, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. പിന്നെ ഇതിൽ സാരികൾ കുറവ് ഇനിയും കുറേ സാരികളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4-5 എൻ്റെ അമ്മയുടെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ കൊളാബ് കിട്ടിയിട്ടുള്ള ഒരു 3-4 സാരി അല്ലാണ്ട് കൊടുത്തു കുറേ പേർക്ക്. അങ്ങനെയൊക്കെ ആയിട്ടാണ് സാരികൾ കുറഞ്ഞു പോയത്. അപ്പോൾ ഇത്രയും കളക്ഷൻ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ നിലവിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അങ്ങോട്ടേക്ക് എനിക്ക് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എന്നും അത് പറയും, പക്ഷെ ഞാൻ ചെയ്യില്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇത്രയേ ആണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.
അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.